നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്, ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. മരണങ്ങളിൽ ഏറ്റവും ദാരുണമായ, ഏറ്റവും ക്രൂരമായ മരണം എന്ന് പറയുന്നത് ഈ പേവിഷബാധയേറ്റുള്ള മരണമാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് തരത്തിലുള്ള പേവിഷബാധയേറ്റുള്ള മരണ വാർത്തകൾ നമ്മൾ അറിയുന്നുണ്ട്. ഏറ്റവും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമുക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ കുടുംബത്തിലോ അത്തരത്തിലുള്ള ഒരു മരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അടപടലം തകർന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇപ്പം ഞാനിത് വീഡിയോ ചെയ്യാൻ കാരണം എന്താ, ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുന്നേ TV കാണിക്കുന്നുണ്ട്, കൊല്ലത്ത് പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിലങ്ങാണ്ട് ഒരു തെരുവുനായ ആക്രമണം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാണിക്കും. പ്രശ്നം, ഇതിനു മുന്നേ നമുക്കൊരു പട്ടി കടിച്ചാൽ അതിന് ബദലായിട്ട് നമ്മളൊരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ആ പ്രശ്നം അവിടെ തീരുമായിരുന്നു. 5 ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ആ വിഷയമില്ല. പക്ഷെ ഇപ്പം ഈ ഇഞ്ചക്ഷനുകൾ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ദുരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിന് കാരണങ്ങൾ പലതാണ്. ഇഞ്ചക്ഷനുകൾ അല്ലെങ്കിൽ ആ മരുന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിന്റെ താപനില മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കടിയേറ്റ ഭാഗത്ത് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് ചില രീതികളുണ്ട്. അത് ഒരു സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടായാൽ, അതായത് ഈ ഇഞ്ചക്ഷൻ സൂചി കുറച്ചുകൂടെ അകത്തോട്ട് കയറിപ്പോയാൽ മരുന്ന് എഫക്റ്റ് ചെയ്യത്തില്ല. ആ മുറിവിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഇഞ്ചക്ഷൻ വെക്കണം, അതിനൊക്കെ കുറേ രീതികളുണ്ട്. ആ രീതികളെല്ലാം പ്രോപ്പറായാൽ മാത്രമേ വിഷബാധ ഏൽക്കാതെ വാക്സിനേഷൻ നടപ്പിലാകുകയുള്ളൂ. അതുകൊണ്ട് ഈ ഇഞ്ചക്ഷൻ വെക്കുന്ന ആൾക്കാരനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഇഞ്ചക്ഷൻ എഫക്റ്റ് ചെയ്യുന്നു ഇല്ല എന്നുള്ളത്. അതായത് എക്സ്പീരിയൻസ്ഡ് ആയ അല്ലെങ്കിൽ കൃത്യമായ ധാരണയുള്ള, കൃത്യമായ അറിവുള്ള ആൾക്കാർ ഇഞ്ചക്ട് ചെയ്താൽ മാത്രമേ വിഷബാധയ്ക്കുള്ള വാക്സിനേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം. നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്റ്റാഫിന് എക്സ്പീരിയൻസ്ഡ് ആണോ, കൃത്യമായിട്ടാണോ എടുക്കുന്നത്, നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ആ ഇഞ്ചക്ഷൻ എടുക്കുന്നതോടുകൂടി ഇപ്പം പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. പിന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം മരണം സംഭവിച്ചത് 3 മാസങ്ങൾക്ക് ശേഷമാണ്. കടിയേറ്റ് 3 മാസങ്ങൾക്ക് ശേഷമാണ് ഒരു കുട്ടി മരിച്ചത്. ഇതെന്തുകൊണ്ടാണ്? ഇതിന് സൊല്യൂഷൻ ഇല്ല, പ്രോപ്പർ സൊല്യൂഷൻ ഇല്ല എങ്കിൽ നമ്മൾ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പ്രിവെന്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു എക്സ്ട്രാ ബുദ്ധിയൊന്നും എനിക്കുമില്ല, പറയാനായിട്ടൊരു സജഷനും ഇല്ല. പക്ഷെ ഈ തെരുവ് നായ്ക്കളെ നമ്മൾ നിയന്ത്രിക്കുന്നതിന് നമ്മുടെ ഭാഗത്തുനിന്ന് വരുത്തേണ്ട ചില മുൻകരുതലുകളുണ്ട്. തെരുവിൽ നിന്ന് കിട്ടുന്ന ആഹാരം കഴിച്ചാണ് തെരുവ് നായ്ക്കൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തെരുവിലേക്ക് നമ്മൾ വേസ്റ്റ് ഡിസ്പോസൽ രീതികൾ മാറ്റാം. എത്ര പറഞ്ഞാലും മാറത്തില്ല. പക്ഷെ ഇനി നമ്മളിത് തമാശയായിട്ടോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് നമ്മൾ ഇതിനെ എടുത്തില്ല എങ്കിൽ നമ്മളിതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുക തന്നെ വേണം. കാരണം ചില കാര്യങ്ങൾ, സർക്കാരിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള നിയമ ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ വിഷയത്തിലും അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ് ലിമിറ്റേഷൻ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ നമുക്ക് അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇനി കാര്യമില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കുറച്ചുകൂടെ പവർഫുള്ളായിട്ട് നമ്മൾ ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് ഇതിന് ഉയർന്ന ശബ്ദം ഉണ്ടാക്കാതെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അത്തരത്തിലേതെങ്കിലും ഒരു ക്യാമ്പയിൻ ശക്തമായി വന്നാൽ മാത്രമേ കോടതി ഇടപെടലുകൾ ഉണ്ടാകുകയും ഇതിന് ഒരു പരിഹാരം, ഒരു ശാശ്വതമായ പരിഹാരം നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ എന്നെനിക്ക് തോന്നലുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു വെച്ചു എന്നുള്ളേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ആലോചിക്കുക. കാര്യം, മരണം വളരെ മൃഗീയമായ മരണമാണ്. വളരെ ഒരാൾക്കും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള അത്രയും അതിദാരുണമായ മരണമാണ് പേ പിടിച്ചുള്ള മരണം. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പ്രതികരിക്കൂ എന്ന വാശി പിടിക്കാതിരിക്കുക. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി നമ്മൾ സോഷ്യൽ മീഡിയയിലെങ്കിലും കൈകോർത്ത് പിടിച്ച് ഉയർന്ന ശബ്ദം ഉണ്ടാക്കുക. കാരണം പേപ്പട്ടിക്കും വിഷബാധയ്ക്കും രാഷ്ട്രീയമോ ജാതിയോ മതമോ ഇല്ല. നമ്മുടെ കാര്യമാണ്, ജനങ്ങളുടെ കാര്യമാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ആ ലിമിറ്റേഷൻ അപ്പുറത്ത് പോയി ഇതിനൊരു പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുക തന്നെ വേണം. നമ്മുടെ കാര്യം നമ്മൾ തന്നെ നേടിയെടുക്കണം. ഓക്കെ, താങ്ക് യു.